നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഈ സ്രോതസ്സുകളിലൂടെ ഒരു ആഴത്തിലുള്ളൊരു അന്വേഷണം നടത്താനാണ്. അതെ, നിങ്ങളുടെ കയ്യിലുള്ള ലേഖനങ്ങൾ, ഗവേഷണങ്ങൾ, കുറിപ്പുകൾ, ഇതിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു കാതൽ എന്താണെന്ന് കണ്ടെത്താനാണ് നമ്മുടെ ശ്രമം. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിന് ആധാരം ജോയൽ റിച്ചാർഡ്സൺ എഴുതിയ 2 പുസ്തകങ്ങളാണ്. ഒന്ന് സൈനൈ ടു സയോൺ, മറ്റേത് വെൻ എ ജൂ റൂൾസ് ദ വേൾഡ്. ഈ പുസ്തകങ്ങൾ സത്യത്തിൽ ബൈബിളിലെ പുറപ്പാട് പുസ്തകം, പിന്നെ ഇസ്രയേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, യേശുവിൻ്റെ 2ാം വരവ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ അത്ര കേട്ട് പരിചയമില്ലാത്ത ചില കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും കുറച്ചു വ്യത്യസ്തമായ രീതിയിലാണ് ഈ പുസ്തകങ്ങൾ പല കാര്യങ്ങളെയും സമീപിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആശയങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? തീർച്ചയായും. ഈ പുസ്തകങ്ങൾ, അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഭാഗങ്ങളുണ്ടല്ലോ, അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ശരിയാണ്. ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, പഴയ ഉടമ്പടികൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ടോ, ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഈ പുസ്തകങ്ങൾ അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട്. ഇതൊരു ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്, ചരിത്ര പഠനം എന്നതിനേക്കാൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പുസ്തകം സിനായി ടു സയോൺ. അതിലൊരു പ്രധാന ആശയം പറയുന്നുണ്ടല്ലോ, പുറപ്പാട് സംഭവം, അതായത് ഈജിപ്തിൽ നിന്നുള്ള ആ വിടുതൽ. അതൊരു വെറും മോചനം മാത്രമല്ല, അതൊരു ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു തരം വിവാഹ ഉടമ്പടിയാണെന്ന്. സിനായ് മലയിൽ വെച്ച് നടന്നത് ഒരു വിവാഹ നിശ്ചയം പോലെയാണെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. ഒരു ദൈവിക പ്രണയകഥ പോലെയാണോ? ഏകദേശം അങ്ങനെ ഒരു രീതിയിലാണ് പുസ്തകം അതിനെ അവതരിപ്പിക്കുന്നത്. ദൈവം ഇസ്രയേലിനെ തന്റെ സെഗുല്ല, അതായത് പ്രത്യേക നിധിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. സെഗുല്ല? അതെ, സെഗുല്ല, ഒരു രാജാവിന് സ്വന്തമായിട്ടുള്ള ഏറ്റവും പേഴ്സണലായ വിലപിടിപ്പുള്ള നിധി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഓ ശരി. എന്നിട്ട് സീനായിൽ വെച്ചു കൊടുത്ത 10 കൽപ്പനകളില്ലേ, അതിന് യഹൂദ പാരമ്പര്യത്തിലുള്ള വിവാഹ ഉടമ്പടിയായ കെത്തുബ യുടെ ഒരു സംഗ്രഹമായിട്ട് പുസ്തകം കാണുന്നു. കെത്തുബ, വിവാഹ ഉടമ്പടി. അതെ. പിന്നെ ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആ കൽപ്പലകകൾ, അതൊരു വിവാഹ സർട്ടിഫിക്കറ്റ് പോലെയും. കൊള്ളാം. ഇത് മാത്രമല്ല, ആ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷികളെ കൊടുത്തു, പിന്നെ വഴികാട്ടാൻ മേഘസ്തംഭം, അഗ്നിസ്തംഭം. ഇതൊക്കെ ശരിക്കും ഈ ഒരു പ്രണയബന്ധത്തിൽ ദൈവം തൻ്റെ വധുവിനോട് കാണിക്കുന്ന ഒരു കരുതലും സംരക്ഷണവും ഒക്കെ ആയിട്ടാണ് പുസ്തകം പറയുന്നത്. ദൈവം അവരുടെ ഹൃദയം നേടാൻ ശ്രമിക്കുകയായിരുന്നു എന്ന്. ഈ വിവാഹ ഉടമ്പടി എന്ന ആശയം വെച്ച് നോക്കുമ്പോൾ പുറപ്പാടിലെ പല കാര്യങ്ങൾക്കും ഒരു പുതിയ അർത്ഥം വരുന്നുണ്ട്. പക്ഷേ ഈ ഉടമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് അധികം വൈകുന്നില്ലല്ലോ. ഇസ്രായേൽ ഒരു സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ വിവാഹ രൂപകം വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിശ്വാസവഞ്ചനയല്ലേ? അതിനെ പുസ്തകം എങ്ങനെയാ കാണുന്നത്? വളരെ ശരിയായ പോയിന്റാണ്. പുസ്തകം അതിനെ ഒരു വിവാഹ ഉടമ്പടിയുടെ ലംഘനമായിട്ട് തന്നെ കാണുന്നത്. കല്യാണം കഴിഞ്ഞ് ഉടനെ നടന്നൊരു അവിശ്വസ്തത എന്ന് പറയാം. ശരിയാണ്. ഇത് ദൈവത്തെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചു. ഉടമ്പടി ലംഘിച്ചു എന്നതിന് തെളിവായി മോശെ ആ കൽപ്പലകകളൊക്കെ എറിഞ്ഞുടച്ചില്ലേ? പക്ഷേ ഇവിടെയാണ് ദൈവം ക്ഷമിക്കുന്നതും വിശ്വസ്തത കാണിക്കുന്നതും പുസ്തകം എടുത്തു പറയുന്നത്. മോശെ ശക്തമായിട്ട് അവർക്കു വേണ്ടി സംസാരിച്ചതുകൊണ്ട് ദൈവം ക്ഷമിച്ചു. എന്നിട്ട് ഉടമ്പടി പുതുക്കി, പുതിയ കൽപ്പലകകൾ കൊടുത്തു. അപ്പോ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും അനുസരണക്കേടുകൾ വരുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരുണ അത് നിലയ്ക്കുന്നില്ല. അങ്ങനെ ഒരു സംഘർഷം അവിടെയുണ്ട്. ഈ പ്രണയബന്ധം അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അത് മാറിയില്ല എന്നാണ് പുസ്തകം പറയുന്നത്. ഉടമ്പടിയും അതിലെ വ്യവസ്ഥകളും അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് പുസ്തകങ്ങൾ പറയുന്നുണ്ടോ? തീർച്ചയായും. ഉടമ്പടി അനുസരിച്ചാൽ അനുഗ്രഹം, ലംഘിച്ചാൽ ശാപം. ഇത് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ അതെടുത്ത് പറയുന്നുണ്ട്. അനുസരണക്കേടിന്റെ പ്രധാനപ്പെട്ട ഒരു ശാപം എന്താണെന്ന് വെച്ചാൽ വാഗ്ദത്ത നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, അതായത് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നതായിരുന്നു. ലേവ്യ പുസ്തകം 26, ആവർത്തന പുസ്തകം 28, അവിടെയൊക്കെ ഇത് വിശദമായി പറയുന്നുണ്ട്. അനുസരിച്ചാൽ ദേശത്ത് സമാധാനത്തോടെ ജീവിക്കാം, അനുസരിച്ചില്ലെങ്കിൽ ചിതറിപ്പോകും. ഇതൊരു വെറും ഭീഷണിയായിരുന്നില്ലല്ലോ, ചരിത്രത്തില് സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെ.
ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ അസീറിയൻ പ്രവാസം, ബാബിലോണിയൻ പ്രവാസമൊക്കെ കാണുന്നുണ്ടല്ലോ. അത് ഈ മുന്നറിയിപ്പുകൾ യാഥാർത്ഥ്യമായതിൻ്റെ ഉദാഹരണമായിട്ടാണ് പുസ്തകം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചരിത്രപരമായ പ്രവാസങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന വേറൊരു വലിയൊരു കഷ്ടകാലത്തെക്കുറിച്ചും ഈ പുസ്തകങ്ങൾ പറയുന്നുണ്ടല്ലോ. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വിളിക്കുന്നൊരു സമയം. അതെ, ടൈം ഓഫ് ജാക്കബ്സ് ട്രബിൾ. ഇത് യേശുവിൻ്റെ രണ്ടാം വരവിന് തൊട്ടുമുൻപ് ഇസ്രയേൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പീഡനം, കഷ്ടപ്പാടുകൾ, അങ്ങനെ ഒരു കാലമായിട്ടാണ് ഈ പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഇരേമ്യാവ് 37 ഉദ്ധരിക്കുന്നുണ്ടല്ലേ, അയ്യോ ആ നാൾ വലിയതല്ലോ, അതുപോലെ വേറെയില്ല, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതെ, ദാനിയേൽ പ്രവാചകനും യേശുവുമൊക്കെ ലോക ചരിത്രത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ലാത്ത അത്ര ഭീകരമായ ഒരു കഷ്ടകാലത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നും ഈ പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് ഈ പുസ്തകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്. പ്രത്യേകിച്ചും ഈ ഭാവി പ്രവചനങ്ങളെക്കുറിച്ചുള്ള പഠനമില്ലേ, എസ്കറ്റോളജി, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശരി. ഭാവിയിൽ ഇസ്രായേൽ രാഷ്ട്രം ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു പീഡനത്തിലൂടെ കടന്നു പോകുമെന്നും പക്ഷെ അവസാനം അവർക്കൊരു വിടുതൽ ഉണ്ടാകുമെന്നും ഈ പുസ്തകങ്ങൾ പറയുന്നു. ഞങ്ങൾ ഈ കാഴ്ചപ്പാടിവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതിനെ ശരിവെക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് സഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, സഖര്യാവ് 13:8-9, ദേശത്തെല്ലായിടവും വെച്ചു 2/3 ഛേദിക്കപ്പെട്ടു നശിച്ചു പോകും, 1/3 ശേഷിച്ചിരിക്കുമെന്ന്. അതെ, ഇത് യാക്കോബിന്റെ കഷ്ടകാലത്ത് സംഭവിക്കുമെന്നാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത്. പക്ഷേ ഈ വാക്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വേറെ അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നത് ഇത് AD 70 റോമാക്കാർ യെരുശലേം നശിപ്പിച്ചില്ലേ, അപ്പ സംഭവിച്ചതാണെന്നാണ്. ഓ, അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. വേറെ ചിലർ പറയുന്നത് ക്രിസ്തുവിന് ശേഷം ആദ്യ നൂറ്റാണ്ടുകളിൽ ചിതറിപ്പോയ യഹൂദ വിശ്വാസികളെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിലൊരു നിഗമനത്തിലെത്തുന്നതിന് മുൻപ് ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് പുസ്തകങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് എന്നത്. അപ്പോൾ ഈ കഷ്ടകാലത്തിന് ശേഷം ഒരു വലിയ വിടുതലും പുനഃസ്ഥാപനവും ഉണ്ടാകുമെന്നും പുസ്തകങ്ങൾ പറയുന്നു. ഇവിടെയാണ് സിനായ് ടു സയോൺ എന്ന പുസ്തകം യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് ചില പ്രത്യേക പ്രവചന ഭാഗങ്ങൾ എടുത്തു കാണിക്കുന്നത്. മരുഭൂമി പ്രവചനങ്ങൾ, ഡെസേർട്ട് പ്രോഫസീസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതെ, ശരിക്കും കൗതുകകരമാണ്. കാരണം സാധാരണ നമ്മൾ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകമോ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷമോ ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. എന്തുകൊണ്ടാണ് ഈ പഴയ നിയമഭാഗങ്ങൾക്ക് പുസ്തകം ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം അതാണ്. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഏറ്റവും വ്യക്തമായ ചില ചിത്രീകരണങ്ങൾ കിടക്കുന്നത് പഴയ നിയമത്തിലെ ഈ മരുഭൂമി പ്രവചനങ്ങളിലാണെന്നാണ് പുസ്തകം പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ? ആവർത്തന പുസ്തകം 33, മോശയുടെ അനുഗ്രഹം, ന്യായാധിപന്മാർ 5, ദെബോറയുടെ ഗീതം, പിന്നെ സങ്കീർത്തനം 68, യെശയ്യാവ് 63, ഹബക്കൂക്ക് 3, സക്കരിയ 14. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രവചനങ്ങളനുസരിച്ച് യേശു ഒരു ദൈവിക യോദ്ധാവായിട്ട് തെക്ക് ഭാഗത്ത് നിന്ന്, അതായത് സീനായ്, ഏദോം, തേമാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ഇന്നത്തെ സൗദി അറേബ്യ, ജോർഡാൻ ഒക്കെ വരുന്ന മരുഭൂമികൾ, അവിടെ നിന്ന് ഒരു പ്രത്യേക വഴിയിലൂടെ വടക്കോട്ട് യെരുശലേമിലേക്ക് ഒരു വിജയഘോഷയാത്ര പോലെ വരും എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക റൂട്ട് തന്നെയുണ്ടോ? അതെ, സീനായിൽ നിന്നും പുറപ്പെട്ട് ഏദോം വഴി വന്ന് ബോസ്ര എന്നൊരു സ്ഥലത്തുകൂടി കടന്ന് ഒലിവ് മലയിൽ വന്ന് കാലുകുത്തി യെരുശലേമിൽ പ്രവേശിക്കുന്ന ഒരു കൃത്യമായ റൂട്ട്. ഈ പ്രവചനങ്ങളൊക്കെ ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോൾ കിട്ടും എന്നാണ് പുസ്തകം വാദിക്കുന്നത്. കൊള്ളാം. ഈ യാത്രയുടെ വിവരണം തന്നെ ഭയങ്കര ശക്തമാണല്ലോ. തേജസ്സോടെ വരുന്നു, ഭൂമി കുലുങ്ങുന്നു, മേഘങ്ങളിൽ വരുന്നു, ശത്രുക്കളെ തകർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ വരവല്ലെന്ന് ഉറപ്പാണ്. തീർച്ചയായും. യെശയ്യാവ് 63 വിവരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചിത്രം കുറച്ചുകൂടി ക്ലിയർ ആവും. അവിടെ ഒരു യോദ്ധാവായ ദൈവം ഏദോമിൽ നിന്നും വരുന്നു, വസ്ത്രത്തിലൊക്കെ രക്തം പുരണ്ടിട്ടുണ്ട്. വീഞ്ഞു ചക്ക് ചവിട്ടുന്നത് പോലെ ശത്രുക്കളെ ചവിട്ടി മെതിച്ചു എന്ന് പറയുന്നുണ്ട്. അതെ, അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിപ്പിച്ചു എന്നൊക്കെ പറയുന്നു.
അപ്പോൾ ഈ പഴയ നിയമ ചിത്രീകരണങ്ങളാണ് പുതിയ നിയമത്തിലെ രണ്ടാം വരവ് വിവരണങ്ങൾക്ക് അടിസ്ഥാനം എന്നാണ് പുസ്തകം പറയുന്നത്. അതെ, പുസ്തകം സമർത്ഥിക്കുന്നത് അതാണ്. അപ്പോൾ ഈ പ്രത്യേക റൂട്ടും ഈ യോദ്ധാവിന്റെ രൂപവും ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുസ്തകം പറയുന്നത് ഈ മടക്കയാത്ര ശരിക്കും ആ പുറപ്പാട് യാത്രയുടെ ഒരു വിപരീതമാണെന്നാണ്. ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്ന് സീനായി വഴി വാഗ്ദത്ത നാട്ടിലേക്ക് പോയില്ലേ? അതെ. ഇവിടെ ദൈവമിശിഹ സീനായിൽ നിന്ന് പുറപ്പെട്ട് യെരുശലേമിലേക്ക് വരുന്നു. എന്തിനാ? തന്റെ ജനത്തെ പൂർണ്ണമായി വിടുവിക്കാനും ശത്രുക്കളെ നശിപ്പിക്കാനും. ഏദോം വഴിയുള്ള വരവിന് എന്തെങ്കിലും പ്രത്യേകത? ഏദോം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പലപ്പോഴും ഇസ്രായേലിന്റെ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏദോം വഴിയുള്ള വരവ് ശത്രുക്കളുടെ മേലുള്ള ഒരു സമ്പൂർണ്ണ വിജയത്തെയും സൂചിപ്പിക്കുന്നു. ഈ യോദ്ധാവിന്റെ ചിത്രം നീതിയും സമാധാനവും സ്ഥാപിക്കാൻ വരുന്ന ഒരു രാജാവിന്റെ ചിത്രമാണ്. പുതിയ നിയമത്തിൽ യേശുവിനെ ദൈവവചനം എന്നും രാജാധിരാജാവും കർത്താധികർത്താവും എന്നൊക്കെ വിളിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ രക്തം തളിച്ച വസ്ത്രത്തോടെ കുതിരപ്പുറത്ത് വരുന്നതായിട്ട് വിവരിക്കുന്നില്ലേ? അത് ഈ പഴയ നിയമ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ടാണ് പുസ്തകം കാണുന്നത്. ഓ, അപ്പോൾ ഈ ഒരു നാടകീയമായ മടങ്ങിവരവ് കഴിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിക്കും എന്നാണ് പുസ്തകങ്ങൾ പറയുന്നത്. അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും മാറുന്നത്. യേശുവിൻ്റെ ഈ മടങ്ങിവരവോടുകൂടി ഇസ്രായേൽ രാഷ്ട്രം മുഴുവനായിട്ട് അവർ മുൻപ് തള്ളിക്കളഞ്ഞ മിശിഹായെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് പൗലോസ് റോമർ 11 പറയുന്ന പോലെ എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുമെന്ന്. അതെ, അക്ഷരാർത്ഥത്തിൽ. ഇതിനെ ദേശീയ രക്ഷ, നാഷണൽ സാൽവേഷൻ എന്നാണ് പുസ്തകം വിളിക്കുന്നത്. ഇതിനെ തുടർന്ന് യെരുശലേം തലസ്ഥാനമായിട്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു തന്നെ രാജാവായി വാഴുന്ന ഒരു ലോകവ്യാപകമായ രാജ്യം, മിശിഹായിക്ക രാജ്യം അല്ലെങ്കിൽ മെസ്സിയാനിക് കിങ്ഡം എന്ന് പറയാം, അത് സ്ഥാപിക്കപ്പെടും. അതായത് യാക്കോബിന്റെ കഷ്ടകാലമെന്ന ആ വലിയ പ്രതിസന്ധിക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയൊരു പുനഃസ്ഥാപനം. അതെ, അതാണ്. ഇത് വലിയൊരു മാറ്റമാണല്ലോ. ലോകം മുഴുവൻ മാറുമെന്നാണോ പറയുന്നത്? വെറും ഇസ്രായേലിന്റെ കാര്യം മാത്രമല്ല. അതെ അതെ, ലോകം മുഴുവൻ ബാധിക്കുന്ന മാറ്റമാണ്. രാഷ്ട്രങ്ങളൊക്കെ സിയോണിലേക്ക് ഒഴുകിയെത്തും, ഭൂമി തന്നെ പുതുക്കപ്പെടും, നീതിയും സമാധാനവും എല്ലായിടത്തും ഉണ്ടാകുമെന്നൊക്കെയാണ് പുസ്തകങ്ങൾ വിശദീകരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിവാഹ ഉടമ്പടിയില്ലേ, അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് ഒരു വലിയ വിവാഹ വിരുന്ന് നടക്കുമെന്നും പറയുന്നുണ്ട്. യെശയ്യാവ് 25 സകല ജാതികൾക്കും ഒരു വിരുന്ന്. പുതിയ നിയമത്തിലെ കല്യാണ വിരുന്നിന്റെ ഉപമകളിലുമൊക്കെ ഇതിന്റെ സൂചനകളുണ്ട്. പ്രകൃതിയിലും മാറ്റങ്ങൾ വരുമോ? വരും. എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനം പോലെ യെരുശലേമിലെ പുതിയ ദേവാലയത്തിൽ നിന്ന് ഒരു നദി ഒഴുകിപ്പോയി ചാവുകടലിൽ വീഴും. ആ ഉപ്പുവെള്ളമൊക്കെ ശുദ്ധമായിട്ട് അവിടെ മീനുകൾ നിറയുമെന്നൊക്കെ പറയുന്നു. അതായത് പാപം കാരണം ശാപം പിടിച്ച ഭൂമി അതിന്റെ ആ പഴയ ഏദൻ തോട്ടം പോലത്തെ അവസ്ഥയിലേക്ക് കുറേയൊക്കെ തിരിച്ചു വരും. അപ്പോ ഈ പുസ്തകങ്ങൾ വരച്ചു കാട്ടുന്ന ചിത്രം വളരെ വലുതാണ്. കേവലം ഒരു ആത്മീയ രക്ഷ മാത്രമല്ല, രാഷ്ട്രീയവും ഭൗതികവും പാരിസ്ഥിതികവുമായ ഒരു സമ്പൂർണ്ണ മാറ്റം. അതെ, ഒരു ടോട്ടൽ റെസ്റ്റോറേഷൻ. യേശു രാജാവായി ഭൂമിയിൽ വാഴുന്ന ഒരു കാലം. പഴയ നിയമ പ്രവാചകന്മാർ സ്വപ്നം കണ്ട ആ സമാധാനത്തിന്റെ യുഗം. ഈ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ദൈവശാസ്ത്രത്തിൽ റെസ്റ്റോറേഷനിസം എന്ന് പറയുന്നത്. റെസ്റ്റോറേഷനിസം, അതായത് ദൈവം ഇസ്രായേലിന് കൊടുത്ത വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ചും ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, അതൊക്കെ ഭാവിയിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ നടക്കും. ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിന്റെ പ്ലാനിൽ ഇപ്പോഴും ഒരു പ്രധാന സ്ഥാനത്ത് തുടരുന്നു എന്നുള്ള വിശ്വാസം. എന്നാൽ ഈ റെസ്റ്റോറേഷനിസം എല്ലാവരും അംഗീകരിക്കുന്നില്ല എന്നും പുസ്തകങ്ങൾ തന്നെ പറയുന്നുണ്ട്, അല്ലേ? അവിടെയാണ് ഈ സൂപ്പർസെഷനിസം അല്ലെങ്കിൽ പകരം വെക്കൽ ദൈവശാസ്ത്രം എന്ന ആശയം വരുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? റെസ്റ്റോറേഷനിസം പറയുന്നത് ദൈവം ഇസ്രായേലുമായിട്ട് ചെയ്ത ഉടമ്പടികൾ ഇപ്പോഴും നിലനിൽക്കുന്നു, അത് ഭാവിയിൽ ഇസ്രായേലിലൂടെ തന്നെ പൂർത്തിയാകും എന്നാണ്. ക്രിസ്തുവിലുള്ള മറ്റു ജനതകളിലെ വിശ്വാസികൾ ഈ വാഗ്ദാനങ്ങളിൽ പങ്കാളികളാകുന്നു, പക്ഷേ അവർ ഇസ്രായേലിന് പകരമാകുന്നില്ല. എന്നാൽ സൂപ്പർസെഷനിസം അഥവാ പകരം വെക്കൽ ദൈവശാസ്ത്രം പറയുന്നത് നേരെ തിരിച്ചാണ്. യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹൂദജനം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന സ്ഥാനത്ത് നിന്ന് മാറി പകരം ക്രിസ്തീയ സഭയാണ് പുതിയ ഇസ്രായേൽ. പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളൊക്കെ ഇനി സഭയ്ക്ക് ആത്മീയമായിട്ടാണ് കിട്ടുന്നത്. അതായത് ഇസ്രായേൽ രാഷ്ട്രത്തിന് ഇനി ദൈവത്തിന്റെ ഭാവി പദ്ധതികളിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല എന്നാണോ? അതെ, ആ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമില്ല. ഈ രണ്ട് നിലപാടുകളും നമ്മൾ ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, പ്രത്യേകിച്ച് പ്രവചനങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ്
വെൻ എ ജ്യൂ റൂൾസ് ദ വേൾഡ് എന്ന രണ്ടാമത്തെ പുസ്തകം കുറച്ച് ഗൗരവമുള്ള ചില ചരിത്രപരമായ കാര്യങ്ങൾ പറയുന്നത്. സൂപ്പർസെഷനിസം എന്ന ദൈവശാസ്ത്രം അതൊരു വെറും അക്കാഡമിക് തർക്കമല്ല. അത് ചരിത്രത്തിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ യഹൂദന്മാരോടുള്ള വിരോധം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഈ പുസ്തകം ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. ശരിയാണ്. പുസ്തകം അത് വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. ഈ സൂപ്പർസെഷനിസ്റ്റ് ചിന്താഗതി കാരണം യഹൂദരെ ക്രിസ്തുഘാതകരെന്നും ദൈവം ഉപേക്ഷിച്ചവർ എന്നുമൊക്കെ ചിത്രീകരിക്കാൻ എളുപ്പമായി എന്ന് പുസ്തകം പറയുന്നു. ദൈവം അവരെ കൈവിട്ടു എന്ന് പഠിപ്പിക്കുമ്പോൾ അതെ, അപ്പോൾ അവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെയും വേർതിരിവുകളെയും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ എളുപ്പമാണല്ലോ. പുസ്തകം ഇതിന് ഒരുപാട് ചരിത്രപരമായ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യകാല സഭാപിതാക്കന്മാരിൽ ചിലരുടെ യഹൂദവിരുദ്ധമായ വാക്കുകൾ, ചില സഭാ കൗൺസിലുകൾ യഹൂദർക്കെതിരെ എടുത്ത തീരുമാനങ്ങൾ, മധ്യകാലഘട്ടത്തിലെ പീഡനങ്ങളോ? അതെ, യൂറോപ്പിൽ യഹൂദർ അനുഭവിച്ച നിർബന്ധിത മതപരിവർത്തനം, അവരെ പലയിടങ്ങളിൽ നിന്നും പുറത്താക്കിയത്, പ്രത്യേക വസ്ത്രം ധരിക്കാൻ നിർബന്ധിച്ചത്, പോഗ്രോമുകൾ എന്നറിയപ്പെടുന്ന കൂട്ടക്കൊലകൾ, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രൊട്ടസ്റ്റന്റ് നവീകരണ നേതാവായ മാർട്ടിൻ ലൂഥർ, അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ അതിതീവ്രമായ യഹൂദ വിരുദ്ധ എഴുത്തുകൾ. ലൂഥറുടെ കാര്യവും പറയുന്നുണ്ടോ? ഉണ്ട്. അവരുടെ സിനഗോഗുകൾ തീയിടണം, വീടുകൾ തകർക്കണം, അവരെ പുറത്താക്കണം എന്നൊക്കെ വളരെ ഭീകരമായ ആഹ്വാനങ്ങൾ ലൂഥർ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ദൈവശാസ്ത്രത്തിന്റെ ഒരു സ്വാധീനമായിട്ടാണ് പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. പുസ്തകം ഇതിലും ഒരുപടി കൂടി കടന്നു ചിന്തിക്കുന്നുണ്ടല്ലോ. നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ ക്രിസ്തീയ സമൂഹത്തിലുണ്ടായിരുന്ന ഈ യഹൂദ വിരുദ്ധ മനോഭാവം അത് അവസാനം നാസിക്ക് നടത്തിയ ഹോളോകോസ്റ്റ് എന്ന വംശഹത്യയ്ക്ക് പോലും ഒരു സാംസ്കാരികവും ദൈവശാസ്ത്രപരമായ ഒരു നിലമൊരുക്കുന്നതിൽ പരോക്ഷമായി പങ്കുവഹിച്ചു എന്നും ആരോപിക്കുന്നു. ഇത് വളരെ ശക്തമായൊരു ആരോപണമാണ്. തീർച്ചയായും. ഞങ്ങളിവിടെ വീണ്ടും പറയട്ടെ, ഞങ്ങൾ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ചരിത്രപരമായ വാദങ്ങളും ദൈവശാസ്ത്രപരമായ നിലപാടുകളും റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതെ, ഈ കാഴ്ചപ്പാടുകളെ ഞങ്ങൾ ശരിവെക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ദൈവശാസ്ത്രപരമായ നിലപാടുകൾക്ക് വളരെ ഗുരുതരമായ ചരിത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലൻ റോമർ 11 വിജാതീയരായ വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. അത് ഈ പുസ്തകം എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങൾ വെറും കാട്ടൊലിവിൻ കൊമ്പുകളാണ്, ഒലിവുമരത്തിൽ ഒട്ടിച്ചു ചേർത്തതാണ്. സ്വാഭാവിക കൊമ്പുകളായ യഹൂദരോട് ദൈവം കരുണയില്ലാതെ പെരുമാറിയെങ്കിൽ അഹങ്കരിച്ചാൽ നിങ്ങളെയും വെട്ടിമാറ്റാൻ ദൈവത്തിന് മടിയില്ലെന്ന് പൗലോസ് പറയുന്നു. ആ മുന്നറിയിപ്പ് പലപ്പോഴും അവഗണിക്കപ്പെട്ടു എന്ന് പുസ്തകം പറയുന്നു. അതെ, ചരിത്രത്തിൽ അത് പലപ്പോഴും അവഗണിക്കപ്പെട്ടു എന്നാണ് പുസ്തകം വാദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിൽ ജോയൽ റിച്ചാർഡ്സന്റെ 2 പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പുറപ്പാട് സംഭവത്തെ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു വിവാഹ ഉടമ്പടിയായി കാണുന്നത്, ഭാവിയിൽ വരാനിരിക്കുന്ന യാക്കോബിൻ്റെ കഷ്ടകാലം, യേശുവിൻ്റെ മടങ്ങിവരവിനെ പഴയ നിയമത്തിലെ മരുഭൂമി പ്രവചനങ്ങൾ വെച്ച് ഒരു യോദ്ധാവിൻ്റെ വരവായി ചിത്രീകരിക്കുന്നത്, പിന്നെ തുടർന്നുണ്ടാകുന്ന ഇസ്രായേലിൻ്റെയും ലോകത്തിൻ്റെയും ആ ഒരു സമ്പൂർണ്ണ പുനഃസ്ഥാപനം, ഇങ്ങനെയുള്ളൊരു പ്രത്യേക കാഴ്ചപ്പാടാണ് നമ്മൾ പരിശോധിച്ചത്. അതെ, ഈ റെസ്റ്റോറേഷനിസ്റ്റ് കാഴ്ചപ്പാടിന്റെ എതിർചേരിയിലുള്ള സൂപ്പർ സെഷനിസം അഥവാ പകരം വെക്കൽ ദൈവശാസ്ത്രം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ദൈവശാസ്ത്രത്തിന് ചരിത്രത്തിൽ യഹൂദ വിരോധം വളർത്തുന്നതിൽ പങ്കുണ്ട് എന്ന് ഈ പുസ്തകങ്ങൾ പറയുന്നതിനെക്കുറിച്ചും നമ്മൾ കേട്ടു. ഈ പുസ്തകങ്ങൾ ബൈബിളിലെ പ്രവചനങ്ങളെ, പ്രത്യേകിച്ച് ഇസ്രായേൽ, യെരുശലേം എന്നിവയെക്കുറിച്ചുള്ളവയെ വളരെ അക്ഷരാർത്ഥത്തിൽ സമീപിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതെ, അതാണ് അവയുടെ ഒരു പ്രധാന സ്വഭാവം. ഈ ചർച്ച നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ചില വ്യാഖ്യാനങ്ങളെക്കുറിച്ച് അറിയാൻ ഇത് സഹായിച്ചിട്ടുണ്ടാകാം. ഒരു അവസാന ചിന്തയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഈ പുസ്തകങ്ങൾ പറയുന്നത് പോലെ ഇസ്രായേലും യെരുശലേമും കേന്ദ്രീകരിച്ച് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇത്രയും വിശദവും അക്ഷരാർത്ഥത്തിലുള്ളതുമായ പ്രവചനങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ, ആ ഒരു പ്രത്യേക കണ്ണിലൂടെ ഇന്നത്തെ ലോക സംഭവങ്ങളെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളെയും വാർത്തകളെയും ഒക്കെ നോക്കിക്കാണുന്നത് അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ധാരണയെ എങ്ങനെയെങ്കിലും മാറ്റുമോ? ഇതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.